ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ഈസി ടെൻത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ബയോളജി സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജിൽ ഈ ചാപ്റ്ററിൽ നിന്ന് 2017 മുതൽ 2021 വരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നതെന്നൊക്കെ മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻ്റ് ആകാൻ പറ്റും ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഞാൻ SSLC പഠിച്ചിരുന്ന സമയത്തും ഓരോ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടാവുന്നത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു പഠിച്ചിരുന്നത്. അത് വളരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടോ പബ്ലിക് എക്സാമിന്. സോ നിങ്ങളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അപ്പം നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 2017 ബയോളജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദ സെൻസ് ഓർഗൻസ് സീൻ ഇൻ 4 ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. നെയിം ദ സെൻസ് ഓർഗൻ സീൻ ഇൻ ഷാർക്ക്. 4 ജീവികളിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗൻസിൻ്റെ പേരാണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ്. ഇതിൽ നിന്നും ഷാർക്കിൻ്റെ സെൻസ് ഓർഗൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ? ഈ 4 സെൻസ് ഓർഗനും, ഓപ്ഷൻ തന്നേക്കുന്ന 4 സെൻസ് ഓർഗനും ഏതൊക്കെ ജീവിയുടേതാണെന്ന് വിൻഡോസ് ഓഫ് നോളജിൻ്റെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം ഐസ് പോട്ട് ഷാർക്കിൻ്റെ ആണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലനേറിയയിലാണ് ഐസ് സ്പോട്ട് കാണപ്പെടുന്നത്. ഒമറ്റീഡിയയെ നമ്മൾ പഠിച്ചതാണ് ഹൗസ് ഫ്ലൈ, അതായത് ഈച്ചയുടെ സെൻസ് ഓർഗനാണ് ഈ ഒമറ്റീഡിയ. ജേക്കബ്സൺ ഓർഗനോ? ജേക്കബ്സൺസ് ഓർഗൻ ആണെങ്കിൽ പാമ്പിന് ഗന്ധം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്മെൽ അറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസ് ഓർഗനാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാക്കി എന്താ ഉള്ളത്? ലാറ്ററൽ ലൈൻ. അതെ, ഷാർക്കിൻ്റെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ലാറ്ററൽ ലൈൻ ആണ്. ലാറ്ററൽ ലൈൻ എന്തിനാണ് ഷാർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാറ്ററൽ ലൈൻ ആണ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഷാർക്കിൻ്റെ സെൻസ് ഓർഗൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ലാറ്ററൽ ലൈൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ? Auditory canal of ear is lined with small hairs and wax. Write the significance of these hair and wax in auditory canal. നമ്മൾ ചെവിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന 3 പോർഷൻസ് ഉണ്ട്. നമ്മുടെ പിന്ന, ചെവിക്കുട, അത് കഴിഞ്ഞിട്ട് വരുന്ന ഓഡിറ്ററി കനാൽ, പിന്നെ ടിംപാനം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓഡിറ്ററി കനാലിലാണ് ചെറിയ ചെറിയ കുഞ്ഞു രോമങ്ങളും അതുപോലെ തന്നെ ഇയർ വാക്സും കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉപയോഗം, സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഈ ഇയർ വാക്സ് നമ്മുടെ ചെവിയിൽ ഓഡിറ്ററി കനാലിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? അവിടെ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. സെബേഷ്യസ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സ്കിന്നിലുള്ള പോലത്തെ ടൈപ്പ് ഗ്രന്ഥികളാണ് ഈ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥികളാണ് ഇയർ വാക്സ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്രവിപ്പിക്കുന്നത്. ഇയർ വാക്സിന് നമ്മുടെ ചെവിയിൽ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ജീവിയോ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ജീവി നമ്മുടെ ചെവിക്ക് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഓഡിറ്ററി കനാൽ കഴിഞ്ഞിരിക്കുന്ന ഭാഗം ടിംപാനമാണ്, കർണപടം. വളരെ നേർത്ത ഒരു പാട പോലെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ കേൾവിനെ തന്നെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കും. അപ്പം അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്ററി കനാലിൽ ഇയർ വാക്സ് ഉള്ളത്. ഇയർ വാക്സ് ഉള്ളപ്പോൾ മറ്റെന്തെങ്കിലും ജീവികളോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വന്ന് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് പോകാൻ പറ്റില്ല, അത് അവിടെ വെച്ച് ചത്തുപോകും. ഇയർ വാക്സിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇയർ വാക്സ് വേറെ നമുക്ക് യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ഓഡിറ്ററി കനാല് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാം. ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കാണ്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാന്നുള്ളൊരു ഫങ്ഷനും കൂടെ ഇയർ വാക്സിനുണ്ട്. ഇനി പിന്നെ നമ്മൾ പറയുന്നത് ഹെയറിനെ കുറിച്ചിട്ടാണ്. ഹെയർ, കുഞ്ഞു കുഞ്ഞു ഹെയർ ആയിരിക്കും നമ്മുടെ ചെവിയുടെ ഓഡിറ്ററി കനാലിൽ ഉണ്ടായിരിക്കുക. ഇത് മെയിനായിട്ടും ഡസ്റ്റ്, പൊടിപടലങ്ങളൊന്നും നമ്മുടെ ചെവിക്ക് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്മോൾ ഹെയർസ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇയർ വാക്സും എങ്ങനെയാണ് ഈ കുഞ്ഞു രോമങ്ങളും നമ്മുടെ ഓഡിറ്ററി കനാലിൽ വന്നിട്ട് നമ്മുടെ ഇയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോ നിങ്ങൾ ഈ പോയിന്റ് എഴുതിയാൽ മതിയായിരിക്കും. ഇയർ വാക്സ് ആകുമ്പോഴത്തേക്കും പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ജീവികളോ ഒക്കെ നമ്മുടെ ചെവിക്കുള്ളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉള്ളിലുള്ള ഡീപ്പർ സ്ട്രക്ചേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഓഡിറ്ററി കനാലിന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇയർ വാക്സ് ഉള്ളത്. അതേസമയം സ്മോൾ ഹെയർസ്, കുഞ്ഞു രോമങ്ങൾ എന്താ, പുറത്തുനിന്ന് എന്തെങ്കിലും ഡസ്റ്റൊക്കെ പൊടി പടലങ്ങളൊന്നും നമ്മുടെ ചെവിക്കുള്ളിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയറിനുള്ളിൽ സ്മോൾ ഹെയർസ് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിച്ച സമയത്ത്, അതായത് ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കണ്ണിൻ്റെ ഫിഗറൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പകർത്തി വരയ്ക്കാൻ ചോദിക്കും, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓരോ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോപ്പി ദ ഫിഗർ, ഐഡൻറ്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്സ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ആൻഡ് റൈറ്റ് വൺ ഫങ്ഷൻ ഓഫ് ഈച്ച്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കേ, ഈ തന്നേക്കുന്ന ഹിൻസ് ഇതിലോട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ പകർത്തി വരയ്ക്കുകയും വേണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ നമുക്കതിൽ മാർക്ക് ചെയ്യണം. പാർട്ട് ഓഫ് റെക്ടിന വേർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് സീൻ മാർക്ക് ചെയ്യണം. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ് അതും മാർക്ക് ചെയ്യണം. പക്ഷേ 3 ക്വസ്റ്റ്യൻസ് ആണ്, 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ആ 1 മാർക്ക് എവിടെയാണെന്നറിയോ? ഈ ഫിഗർ ഇതുപോലെ വൃത്തിക്ക് പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാണ്ട് പകർത്തി വരയ്ക്കാണ്ട് വെറുതെ ഈ തന്നേക്കുന്ന ഈ ഹിൻസിന് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് കിട്ടത്തില്ല. അപ്പോഴും നമുക്ക് 1.5 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ പകർത്തി വരച്ച ഫിഗറിൽ ആ കറക്റ്റ് പോർഷനിൽ വരച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 1 മാർക്ക്, ഓരോ ഹിൻറ്റിനും 1 മാർക്ക് വെച്ച് 3 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ 1 മാർക്ക് എന്ന് പറയുന്നത് ഫിഗർ പകർത്തി വരയ്ക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ആൻസർ? ആദ്യം ഈ തന്നേക്കുന്ന ഫിഗർ നല്ല വലുപ്പത്തിൽ വൃത്തിക്ക് പകർത്തി വരയ്ക്കാം. അതുപോലെ പകർത്തി വരയ്ക്കാം. മിക്കവാറും ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനമായിരിക്കും കാണുന്നത്. അപ്പം വിട്ടുപോകരുത്, ഇത് അതുപോലെ തന്നെ പകർത്തി വരയ്ക്കുക. നിങ്ങൾക്ക് 1 മാർക്ക് വെറുതെ പകർത്തി വരച്ചാൽ കിട്ടുന്നതാണ് ഈ 1 മാർക്ക്. അതിനുശേഷം നമുക്ക് ഇപ്പം നിങ്ങൾ വരച്ചു എന്ന് വെച്ചോ, നല്ല വൃത്തിക്ക് നീറ്റായിട്ട് വലുതായിട്ട് വരച്ചു. ഇനി ആദ്യത്തെ ഹിൻറ്റിലേക്ക് പോവാം. ഫസ്റ്റ് ഹിൻറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ. സ്ക്ലീറ നമ്മുടെ കണ്ണിൻ്റെ ആദ്യത്തെ ലെയറാണ്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്? സ്ക്ലീറയുടെ സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ്, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സുതാര്യമായിട്ടുള്ള ആൻറ്റീരിയർ പാർട്ട്. ആൻറ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുൻവശം. ഇതെന്താണ് ഇതിൻ്റെ ആൻസർ? സ്ക്ലീറയുടെ ചെറുതായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആൻറ്റീരിയർ പാർട്ട് എല്ലാവർക്കും അറിയാമല്ലോ ആൻസർ. കോർണിയാണ് ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിഗറിൽ, ഈ കാണിക്കുന്ന ഫിഗർ, ഈ ഫിഗർ അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിലും നന്നായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ 1 മാർക്ക് കിട്ടുള്ളൂ. നമ്മുടെ കോർണിയ പോർഷൻ നമുക്കറിയാമല്ലോ, ഇവിടെ ഇതാണ് കോർണിയ. അപ്പം ഫസ്റ്റ് ആൻസർ കോർണിയയാണ്, സ്ക്ലീറയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ആൻറ്റീരിയർ പാർട്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ വെറും കോർണിയ എന്ന് എഴുതിയാൽ മാത്രം പോരാ. ഓപ്ഷൻ എ, അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞു, എ ആണ് എഴുതിയത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നതോ? ഇതിപ്പോൾ കോർണിയ മാർക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലിപ്പോൾ എ പാർട്ടിനല്ലേ കോർണിയ എന്ന് ആൻസർ വന്നത്. അപ്പം നിങ്ങൾ എ എന്ന് എഴുതി അവിടെ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം കോർണിയ എന്ന് എഴുതുക. ഓക്കെ, ഇതെപ്പോഴും ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും
മാർക്ക് പോകുന്നൊരു സെഷനാണ്. അതായത് അറിഞ്ഞു വെച്ചിട്ട് മാർക്ക് കളയുന്ന ഒരു സെഷനായിരുന്നു ഇങ്ങനെ ഫിഗർ വരുന്ന സ്ഥലങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നോക്കിക്കേ, ഞാൻ പറഞ്ഞു തരാം അത് എന്തുകൊണ്ടാണ്. സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പടം പകർത്തി വരച്ചു. അതിൽ കോർണിയയുടെ ഭാഗത്ത് അതിൻ്റെ ആൻസർ സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ എന്ന് പറയുമ്പോഴത്തേക്കും കോർണിയാണല്ലോ ആൻസർ. അപ്പം നിങ്ങൾക്ക് ആൻസർ അറിയാം. അപ്പം നിങ്ങൾ വെറുതെ ജസ്റ്റ് ഈ പടം വരച്ചിട്ട് ആ കോർണിയയുടെ സ്ഥലത്ത് അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ എ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ അവിടെ വരച്ചേക്കുന്നത് സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറയാണ്. അത് ശരിയാണ്, പക്ഷേ ആ പാർട്ടിൻ്റെ പേര് നിങ്ങൾ എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അരമാർക്കേ അവിടെ കിട്ടുള്ളൂ. അപ്പം എന്ന് എഴുതിയതിന് ശേഷം അവിടെ കോർണിയാന്ന് കൂടെ എഴുതണം. ഇപ്പം നിങ്ങൾ ഈ എഴുതാൻ വിട്ടുപോയെങ്കിൽ ഉള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പം സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ വെറുതെ കോർണിയാന്ന് മാത്രം എഴുതിയിട്ട് മാർക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്താ ഈ ഫംഗ്ഷൻ അറിയില്ല എന്ന് വരും. അതായത് സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ അല്ലേ കോർണിയ, അതാണ് എയിൽ തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ എന്ന് എഴുതാതെ വെറും കോർണിയ മാത്രമാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളൊരു പടം വരച്ചിട്ട് അതിൽ കോർണിയ മാർക്ക് ചെയ്തേക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള പടങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നീറ്റായിട്ട് വരച്ചതിന് ശേഷം എന്താണോ അവർ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ഒരു ലെറ്റർ എ ആണെങ്കിൽ എ കോർണിയ എന്ന് പറഞ്ഞിട്ട് കോർണിയയിലേക്ക് വരയ്ക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത് നോക്കാം. ബി പാർട്ട് എന്താ ചോദിച്ചേക്കണേ? പാർട്ട് ഓഫ് റെറ്റിന വിത്ത് പ്ലെന്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് സീൻ. റെറ്റിനയുടെ ഭാഗം, അവിടെ ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗം, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ റെറ്റിനയിൽ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്? യെല്ലോ സ്പോട്ടിലാണ്. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് ഒരു ഫിഗർ മതിയായിരിക്കും, എല്ലാം അതിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഫിഗർ ക്ലാരിറ്റി ഇല്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം. ബി പാർട്ട് റെറ്റിന ഉള്ളിലേക്ക് ഇരിക്കുവാണ്. അവിടെ ഏതാണ്ട് ഇവിടെയാണ് നമ്മുടെ യെല്ലോ സ്പോട്ടിലാണ് യെല്ലോ സ്പോട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇരിക്കണേ. ആൻഡ് ഇപ്പം നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ബി എന്ന് എഴുതിയിട്ട് യെല്ലോ സ്പോട്ടെന്ന് എഴുതും. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഹാൻഡ് റൈറ്റിംഗ്, സോറി ഫോർ ദിസ് ഹാൻഡ് റൈറ്റിംഗ്, ആക്ച്വലി ഇത് പെയിൻറ്റ് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ കൃത്യമായിട്ടത് വരാത്തതാണ്. നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിലും. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്. ഐറിസിൻ്റെ നടുവിൽ കാണപ്പെടുന്ന സുഷിരം. എന്താണ് ആൻസർ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പ്യൂപ്പിൾ, കൃഷ്ണമണി, അതാണ്. അപ്പം നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട്, ഇപ്പം സി അല്ലേ, ഇതിൻ്റെ ഓപ്ഷൻ സി ആയിരുന്നു. അപ്പം നമ്മൾ ആ സുഷിരത്തിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സി എന്ന് എഴുതിയിട്ട് നമ്മൾ എന്തെഴുതും? പ്യൂപ്പിൾ എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2018 എത്തി കേട്ടോ. നമ്മളിപ്പോൾ 2018 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് മാത്രം നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. 3 types of corn cells are present in human eye. This is due to the change in the opsin molecule. നമ്മൾ ഓപ്സിൻ നമ്മൾ ഈ കോൺ സെല്ലിനെ കുറിച്ച് പഠിച്ച സമയത്ത് 3 ടൈപ്പ് ഓഫ് ഓപ്സിൻ മോളിക്യൂള് നമ്മുടെ സോറി നമ്മൾ കോൺ സെൽസിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മുടെ കണ്ണിൽ ഗ്രീൻ, ബ്ലൂ, റെഡ് ഇങ്ങനെ 3 കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുന്ന 3 തരം കോൺ സെൽസ് കണ്ണിലുണ്ടെന്ന് പഠിച്ചായിരുന്നു. അതേസമയം റോഡ് സെൽസ് 1 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ കോൺ സെൽസിന് 3 തരം ടൈപ്പ് വരാൻ കാരണം എന്ന് വെച്ചാൽ ആ കോൺ സെല്ലിലുള്ള പിഗ്മെൻ്റ് ആയിട്ടുള്ള ഫോട്ടോപ്സിനിലെ ഓപ്സിൻ മോളിക്യൂളിലെ ഒരു സാധനത്തിൻ്റെ ഒരു
അതാണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ ചേഞ്ച് കാരണമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ചില കൂട്ടുകാരത് ശ്രദ്ധിക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിച്ച സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം എന്തുവാണ് ദിസ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ, എന്തിലാണ് ചേഞ്ച് വരുന്നത്? ഓക്സിജൻ മോളിക്യൂളിലെ പ്രോട്ടീൻസിലാണ് ചേഞ്ച് വരുന്നത്. അപ്പം അതായത് ഇപ്പം നിങ്ങളിത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കോൺ സെൽസിലുള്ള പിഗ്മെൻ്റ് ആയിട്ടുള്ള ഫോട്ടോപ്സിനിലെ ഓക്സിജൻ മോളിക്യൂളിലെ പ്രോട്ടീൻസിൻ്റെ ചേഞ്ച് കാരണം കൊണ്ടാണ് നമുക്ക് 3 തരത്തിലുള്ള കോൺസ് ഉള്ളത്. സോ പ്രോട്ടീൻസ് ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക് സംഭവം. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആയിരുന്നു 2018 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഒരു ബോക്സ് മാത്രം നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ബോക്സ് ഫില്ല് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താ? ഡാഷ്. അടുത്ത് തന്നിരിക്കുന്നത് ഫ്ലൂയിഡ് ഫിൽസ് ഇൻ ദ ചേംബർ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ. ലെൻസിൻ്റെയും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള ഫ്ലൂയിഡിൻ്റെ പേരാണ് നിങ്ങൾക്ക് ആദ്യത്തെ ബോക്സിൽ എഴുതേണ്ടത്. ആൻഡ് അതിൻ്റെ ഫങ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഇത്രയും കേട്ടപ്പോഴത്തേക്ക് കൂട്ടുകാർക്ക് ആൻസർ ഒറ്റ നിമിഷത്തിനുള്ളിൽ പറയാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? എന്താണ് ആൻസർ? അക്വസ് ഫ്ലൂയിഡ്, അക്വസ് ഹ്യൂമർ ആണ് ഇതിൻ്റെ ആൻസർ. അക്വസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്താ? നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെയും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള പോർഷനാണ്. ആ ചേംബറിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ്. ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് വെള്ളം പോലെ ഇരിക്കുന്ന, വാട്ടർ പോലെ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. ഇത് നമ്മുടെ രക്തത്തിൽ നിന്ന് അബ്സോർബ് ചെയ്ത് രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ഫ്ലൂയിഡാണ് അക്വസ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ അക്വസ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നറിഷസ് ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു എ, ബി ആൻഡ് സി ഇൻഡിക്കേറ്റ് ഇൻ ദ എബോവ് ഇല്ലസ്ട്രേഷൻ? വൺ മിനിറ്റ്. അപ്പം എയുടെ ആൻസർ എന്ന് പറയുന്നത് അക്വസ് ഹ്യൂമർ ആണ്. അപ്പോൾ ബി, ക്വസ്റ്റ്യൻ നമ്പർ 2 ഈ ബി നമുക്ക് ഫില്ല് ചെയ്യണം. ബി എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ. ബി എന്തായിരിക്കും? ബി മറ്റേതോ ഒരു ഫ്ലൂയിഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ നിന്ന് നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫ്ലൂയിഡ് ഫിൽസ് ഇൻ ദ ചേംബർ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? നമ്മൾ മറ്റൊരു ഫ്ലൂയിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് എന്താണ്? ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ഇൻ ദ ചേംബർ ബിറ്റ്വീൻ എവിടെയൊക്കെയാണ്? ലെൻസും അതുപോലെ റെറ്റിനയും. ലെൻസിൻ്റെയും റെറ്റിനയ്ക്കും ഇടയ്ക്കുള്ള ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഫ്ലൂയിഡ് ഫിൽസ് ഇൻ ദ ചേംബർ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. അത് ഏതാണ് ആ ഫ്ലൂയിഡ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. അത് വിട്രിയസ് ഹ്യൂമർ ആണ്. വിട്രിയസ് ഹ്യൂമർ നമ്മുടെ കണ്ണിന് ആ ഒരു ഗോളാകൃതി കൊടുക്കുന്ന, ഒരു സ്പെറിക്കൽ ഷേപ്പില്ലേ നമ്മുടെ കണ്ണിന്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡാണത്. അതൊരു ജെല്ല് പോലാണ് ഇരിക്കുന്നത്. അക്വസ് ഹ്യൂമർ വാട്ടർ പോലെയാണ്. ഇവിടെ പറഞ്ഞ അക്വസ് ഹ്യൂമർ വാട്ടർ പോലാണ് ഇരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ബിയിൽ പറയുന്ന വിട്രിയസ് ഹ്യൂമർ ജെല്ല് പോലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫങ്ഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഐ. അടുത്ത് ഒരു സബ്പാർട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡു കൺജങ്ക്റ്റീവ ആൻഡ് ടീയേഴ്സ് പ്രൊട്ടക്ട് ദ ഐ? നമ്മുടെ കൺജങ്ക്റ്റീവയും ടീയേഴ്സും കണ്ണുനീരും എങ്ങനെയാണ് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ കൺജങ്ക്റ്റീവ നമ്മുടെ കണ്ണിനെ, നമ്മുടെ നേത്രഗോളത്തിനെ, ആ സ്പിയറിനെ നല്ല പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്ക്ലീറേനെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട് കൺജങ്ക്റ്റീവ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ലൂബ്രിക്കേഷൻ കൊടുക്കാനും അതേസമയം നമ്മളെ
മറ്റ് ഫോറിൻ ബോഡീസ് നമ്മുടെ ഡസ്റ്റ് ഒന്നും കണ്ണിനകത്ത് വരാണ്ടിരിക്കാനും ഒക്കെ കൺജങ്ക്റ്റീവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടിയേഴ്സിന്റെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ കണ്ണുനീരിന്റെ ഫങ്ഷൻസ് ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെയാണ് കണ്ണുനീരിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനെ മറ്റ് ഡസ്റ്റ് ഒക്കെ വരുന്നതിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണിലൊരു പൊടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വരാറില്ലേ? സോ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, അതൊരു ഫങ്ഷനാണ്. പിന്നെ നമ്മുടെ കണ്ണിന്റെ സർഫസിലുണ്ടല്ലോ വേറെ നേഴ്സ് ഒന്നുമില്ല. അപ്പൊ അവിടെ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഈവൻ ആയിട്ട്, അതായത് ഒരുപോലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ടിയേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയായിരുന്നോ? അത് കണ്ണുനീരിന്റെ മറ്റൊരു ഫങ്ഷനാണ്. പിന്നെ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ പെയിൻ റിലീവിങ് മെക്കാനിസം അതിൻ്റെ കൂടെ ടിയേഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വേദന വരുമ്പോൾ, കരയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊരു ഇമോഷണലായി കരയുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം തോന്നാറില്ലേ? അപ്പം ഈ ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ പെയിൻ റിലീവിങ് ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇവരിവിടെ ഉദ്ദേശിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ ഫോറിൻ ബോഡീസ് ഡസ്റ്റ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സർഫസിൽ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കുന്നത് നെർവില്ലാതെ കണ്ണുനീരിൻ്റെ ഹെൽപ്പോടെയാണ്. നമ്മളിങ്ങനെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കാറില്ലേ? അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെ കണ്ണുനീര് ഇങ്ങനെ ഈക്വൽ ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണ് വേറൊരു ഫംഗ്ഷൻ കൂടെയുണ്ട്, നമ്മുടെ കണ്ണിനെ ഡ്രൈ ആവാണ്ട് നനവോടെ സൂക്ഷിക്കുന്നതും കണ്ണുനീര് കാരണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോളമാണ്, ടാബ്ല കോളം തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിനനുസരിച്ച് രണ്ടാമത്തെ കോളം മാച്ച് ചെയ്യണം, അതിനനുസരിച്ച് മൂന്നാമത്തെ കോളം മാച്ച് ചെയ്യണം. ഇത് SSLC 2018 SSLCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ടേബിളാണ്. ആദ്യത്തെ A കോളത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് കാട്രാക്ട്, ഗ്ലോക്കോമ, കൺജങ്ക്റ്റിവിറ്റിസ്, അതുപോലെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന 4 അസുഖങ്ങളാണ്. ഇതിനെ നമ്മൾ ആദ്യം B കോളത്തിനെ ശരിയാക്കണം, എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് വേണം C കോളത്തിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം ആദ്യത്തെ നോക്കാം. കാട്രാക്ട് എന്ന് പറയുന്ന അസുഖം, അതിൻ്റെ സിംറ്റമാണ് അല്ലെങ്കിൽ കാരണമാണ് B പാർട്ടി തന്നിരിക്കുന്നത്. കാട്രാക്ട് തിമിരം എങ്ങനെയാണ് വരുന്നത്? ഈ 4 നോക്കിയേ. ഇൻഫെക്ഷൻ കാരണമാണോ കാട്രാക്ട് വരുന്നത്? അല്ല. ലെൻസ് ബിക്കം ഒപ്പാക്ക്, ലെൻസ് അധാര്യമാവുന്നു കാട്രാക്ട് വരുമ്പം. ഇതാണോ? ആണല്ലേ. അപ്പോൾ കാട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് C കോളത്തിലേക്ക് വരാം. അപ്പം ലെൻസ് ഒപ്പാക്കായി. കാട്രാക്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാമെന്നുള്ളതാണ് C കോളത്തിൽ വരുന്നത്. അപ്പം നമ്മൾ കാട്രാക്ട് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ലെൻസ് ആണ് വെക്കുന്നത്. അപ്പം എന്ത് വരും ഇവിടെ? ആൻസർ ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറി. ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ അസുഖങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകുന്ന. തൊട്ട് മുകളിൽ കണ്ടോ ഈ ടേബിളിലെ C പാർട്ടിൽ ഈ ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ മേലെ ലേസർ സർജറി കിടക്കുന്ന കണ്ടോ. അപ്പം അങ്ങനെ അടുത്തടുത്തുള്ള ഓപ്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാറിപ്പോരുത്. ചിലപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കാട്രാക്ട് ചിലപ്പം ലേസർ സർജറി മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. അപ്പം മനസ്സിലാക്കി പഠിച്ചാൽ അത് ഓക്കെ ആവും. അടുത്ത് ഗ്ലോക്കോമയാണ് തന്നേക്കുന്നത്. ഗ്ലോക്കോമ ഇവിടെ നോക്കാം. B കോളത്തിൽ ഗ്ലോക്കോമ എങ്ങനെയാണ് വരുന്നത്? ഇൻഫെക്ഷൻ കാരണമാണോ? അല്ല. കോർണിയ ഡ്രൈയും ഒപ്പാക്കും ആവുകയാണോ ഗ്ലോക്കോമ വരുന്ന സമയത്ത് ഉണ്ടാവുക? അല്ല. പിന്നെ എന്താ ഓപ്ഷൻ ഉള്ളത്? ഇൻക്രീസ്ഡ് പ്രഷർ ഇൻ ദ ഐ. അപ്പം അതാണ് അവിടെ മാച്ച് ചെയ്യേണ്ടത്. ശരിക്കും ഈ ഗ്ലോക്കോമ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ
കണ്ണിലെ കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള നമ്മുടെ കണ്ണിലെ കോശങ്ങൾക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കാൻ രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് തിരിച്ചെടുക്കപ്പെടുന്ന അക്വസ് ഫ്ലൂയിഡ് അങ്ങനെ ശരിക്കും തിരിച്ച് അബ്സോർബ് ചെയ്യപ്പെടാതാവുന്ന സമയത്ത് നമ്മുടെ കണ്ണിനുള്ളിലെ പ്രഷർ കൂടുന്നു. അങ്ങനെയാണ് നമുക്ക് ഗ്ലോക്കോമ ഉണ്ടാകുന്നത്. അപ്പം ഗ്ലോക്കോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സി കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത്. എന്തായിരിക്കും? ഡയറ്റ് കണ്ടെയ്നിങ് വിറ്റാമിൻ എ ആണോ? അല്ലല്ലേ. ഹൈജീൻ ആണോ? അല്ല. അപ്പം എന്താ ഇനി വരുന്ന ഓപ്ഷൻ? ലേസർ സർജറി. നമ്മൾ ഗ്ലോക്കോമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസർ സർജറിയാണ് ചെയ്യേണ്ടത്. അടുത്ത അസുഖം നമുക്ക് തന്നിരിക്കുന്ന കൺജങ്ക്റ്റിവിറ്റിസ് ആണ്. ഇത് നമ്മൾ പഠിച്ചതല്ലേ, എല്ലാ അസുഖങ്ങളും പഠിച്ചതാണ്. കൺജങ്ക്റ്റിവിറ്റീസും പഠിച്ചു. എങ്ങനെയാണ് വരുന്നത്? ഇനി നമുക്ക് 2 ഓപ്ഷൻ കൂടെ ഇവിടെ ഉള്ളൂ ബി ടേബിളിൽ. ഇൻഫെക്ഷനും കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്കും. അപ്പം നമ്മുടെ കൺജങ്ക്റ്റിവിറ്റീസ് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കോർണിയ ഡ്രൈയും ഒപ്പാക്കും ആവുന്നതാണോ പ്രശ്നം? നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്? അല്ല. പിന്നെ ഇൻഫെക്ഷൻ എന്ന് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഈ കൺജങ്ക്റ്റിവിറ്റീസ് നമ്മൾ പേഴ്സണൽ വ്യക്തിശുചിത്വം ഒന്നും പാലിക്കാത്തത് കൊണ്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ലേ. അപ്പോൾ ബി കോളത്തിൽ നമ്മൾ ഇൻഫെക്ഷൻ ലീക്കാണ് കൺജങ്ക്റ്റിവിറ്റീസ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. സി പാർട്ടിലേക്ക് വരുന്ന സമയത്ത് കൺജങ്ക്റ്റിവിറ്റീസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? 2 ഓപ്ഷനേ ബാക്കിയുണ്ട്. ഡയറ്റ് കണ്ടെയ്നിങ് വിറ്റാമിൻ എയും ഹൈജീനും. ഏതാണ് ആൻസർ? ഹൈജീൻ, വ്യക്തിശുചിത്വം. നമ്മൾ 3 ആൾക്കാരെയും ഫില്ല് ചെയ്തു. എത്ര പെട്ടെന്നല്ലേ നമ്മൾ 3 ആൾക്കാരെയും ഫില്ല് ചെയ്ത്. ഇനി ഒരാളും കൂടെ ഉള്ളൂ. അത് ബാക്കി വരുന്ന ഓപ്ഷൻ അങ്ങോട്ട് മാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ മതിയായിരിക്കും. സിറോഫ്താൽമിയ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബിയിൽ കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്ക്. നമ്മുടെ കോർണിയ സിറോഫ്താൽമിയ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈയും ഒപ്പാക്കും ആയി മാറും. എന്തുകൊണ്ടാണ് സിറോഫ്താൽമിയ വരുന്നത്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കണ്ടെയ്നിങ് വിറ്റാമിൻ എ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ. ഇനി വേറൊരു കാര്യം പറയാം. നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് ആരോ മാർക്ക് ചെയ്ത് കാണിച്ചേക്കണേ. ഇങ്ങനെ മാർക്ക് ദ ഫോളോയിങ് വരുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ടീച്ചറിന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു ടേബിൾ വരച്ചതിന് ശേഷം കാറ്ററാക്റ്റ് എ കോളത്തിൽ കാറ്ററാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബി കോളത്തിൽ എന്ത് എഴുതണം? ലെൻസ് ബിക്കം ഒപ്പാക്ക്. സി കോളത്തിൽ എന്ത് എഴുതണം? ലെൻസ് റീപ്ലേസ്മെൻറ്റ് സർജറി. മനസ്സിലായോ? അതുപോലെ ഗ്ലോക്കോമയ്ക്ക് ഗ്ലോക്കോമയ്ക്ക് വരുവാണെങ്കിൽ ഗ്ലോക്കോമയാണ് എഴുതുന്നെങ്കിൽ ഇൻക്രീസ്ഡ് പ്രഷർ ഇൻ ദ ഐ ആണെങ്കിൽ ബി കോളത്തിൽ എഴുതുക. അതിന് നേരെ സി കോളത്തിൽ എഴുതുക ലേസർ സർജറി. കൺജങ്ക്റ്റിവിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ ഇൻഫെക്ഷനാണ് ബി കോളത്തിൽ നിന്ന് എഴുതേണ്ടത്. അതുപോലെ സി കോളത്തിൽ അതിന് നേരെ ഹൈജീൻ എഴുതുക. ഇതുപോലാണ് എഴുതേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയില്ല, പക്ഷേ ആ നോക്കുന്ന ടീച്ചറിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് നിങ്ങൾ ഈ മാർക്ക് ചെയ്ത ആരോ ഒക്കെ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത സമയത്ത് കാറ്ററാക്റ്റ് ഓറഞ്ച് ലൈനിൽ നിന്ന് ആണ് മാർക്ക് ചെയ്തേക്കണേ, ഗ്ലോക്കോമയാണ് ഗ്രീൻ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ജസ്റ്റ് അതും കാറ്ററാക്റ്റിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ ഗ്ലോക്കോമ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഒരു പേപ്പർ നോക്കുന്ന സമയത്ത് കാറ്ററാക്റ്റും കാറ്ററാക്റ്റിൽ നിന്ന് 2 ആരോ പോയിട്ടുള്ള പോലെ തോന്നും. അപ്പം നമ്മൾ പെട്ടെന്ന് പേടിച്ച് ടെൻഷനൊക്കെ ആയിരിക്കുമല്ലോ എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ ചിലപ്പോൾ നമ്മുടെ വിലപ്പെട്ട മാർക്കുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിന് കറക്റ്റായിട്ട് മാച്ചായിട്ട് എഴുതുക പുതിയൊരു ടേബിൾ വരച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ പാർട്സ് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു റെറ്റിന ഫ്രം ദ ഫോളോയിങ്. റെറ്റിനയിലെ പാർട്ട് അല്ലാത്ത കാര്യം ഇതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ തന്നേക്കുന്നത് ഫോട്ടോ റിസപ്റ്റർ, യെല്ലോ സ്പോട്ട്, കൺജങ്ക്റ്റീവ, ബ്ലൈൻഡ് സ്പോട്ട്, ഐറിസ്. ഇത്രയാണ്. റെറ്റിനയുടെ ഭാഗം അല്ലാത്തതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഫോട്ടോ റിസപ്റ്റർ റെറ്റിനയുടെ ഭാഗമാണോ? ആണല്ലേ. യെല്ലോ സ്പോട്ടോ?
അതും ആണ്. ബ്ലൈൻഡ് സ്പോട്ടോ? ഡെഫിനറ്റ്ലി ആണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നല്ലേ നമ്മുടെ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്നത്. ഇനി ബാക്കി 2 ആൾക്കാരുണ്ട്, കൺജങ്ക്റ്റീവ അതുപോലെ തന്നെ ഐറിസ്. അപ്പം ആരൊക്കെയാ ആൻസർ ആയിട്ട് വരുന്നത്? കൺജങ്ക്റ്റീവയും ഐറിസുമാണ് ഇവിടുത്തെ ആൻസേഴ്സ്. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിമ്പിൾ ആയിരുന്നില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോഴത്തേക്കും നമ്മൾ നോക്കി 2019 ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പറയാൻ പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോദിച്ച് കാണുന്നുണ്ട്. എങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യനാ നോക്കാം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ ശരിയായിരിക്കാം. അതിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ടർലൈൻഡ് പാർട്ട് മാത്രമേ നിങ്ങൾ കറക്റ്റ് ആക്കാൻ പാടുള്ളൂ. ഈ തന്നേക്കുന്ന എല്ലാ ഓപ്ഷനും തെറ്റുണ്ടാവണം എന്നുള്ള നിർബന്ധമില്ല. ചിലപ്പം ചിലതിൽ മാത്രമായിരിക്കും തെറ്റുള്ളത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ അണ്ടർലൈൻ ചെയ്തേക്കണ എല്ലാം തെറ്റായിരിക്കണം എന്നില്ല. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന പാർട്ട് സെൻറ്റൻസിന് യോജിക്കുന്നില്ല, ഈ അതും ചേരുന്ന സമയത്ത് സെൻറ്റൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ പാർട്ട് മാത്രം മാറ്റുക, സെൻറ്റൻസ് മാറ്റരുത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ് വെൻ വ്യൂയിങ് നിയർ ഒബ്ജക്ട്സ്. അപ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ്, നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ കർവേച്ചർ അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണുന്ന സമയത്ത് അതിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പം നമ്മൾ അവിടെ തിരുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സോ അത് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. വിട്രിയസ് ഹ്യൂമർ ഇസ് ഫോം ഫ്രം ദ ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ് ബൈ ദ ബ്ലഡ്. ഇത് ശരിയാണോ? ഇവിടെ പറഞ്ഞേക്കുന്നത് ഡാഷ് കൊടുത്തേക്കുന്ന പോർഷനിൽ വിട്രിയസ് ഹ്യൂമർ എന്ന് തന്നിട്ടുണ്ട്. ഈ വിട്രിയസ് ഹ്യൂമർ രക്തത്തിൽ നിന്ന് ഫോം ചെയ്ത് രക്തത്തിലേക്ക് തിരിച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാ അതിനെ കറക്റ്റ് ചെയ്യുക? ഇപ്പം നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് ഈ വിട്രിയസ് ഹ്യൂമറിൻ്റെ സ്ഥാനത്ത് അക്വസ് ഹ്യൂമർ എന്ന് എഴുതുക. എന്നിട്ട് ബാക്കി സെൻറ്റൻസ് അതേപോലെ എഴുതുക. അല്ലാണ്ട് ഇപ്പം ഇവിടെ വിട്രിയസ് ഹ്യൂമർ ആണ് തന്നേക്കുന്നത്, ബാക്കി പാർട്ടിൽ തന്നേക്കുന്നത് ഈസ് ഫോം ഫ്രം ദ ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ് ബൈ ദ ബ്ലഡ്. അപ്പം ഈ ഭാഗത്തിനെ കറക്റ്റ് ചെയ്ത് വിട്രിയസ് ഹ്യൂമറിന് ചേരുന്ന കാര്യം എഴുതരുത്. ഈ ഡാഷ് തന്നേക്കുന്ന പോർഷനിലുള്ള എന്താണോ തെറ്റാണെങ്കിൽ അതിനെ മാറ്റി ആ വേർഡ് മാത്രം മാറ്റുക. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അടുത്തത് സി, മെംബ്രേനിയസ് ലാബ്രിന്ത് ഇൻ ദ ഇന്നർ എയർ ഇസ് ഫിൽഡ് വിത്ത് പെരിലിംഫ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? മെംബ്രേനിയസ് ലാബ്രിന്തിൻ്റെ ഉള്ളിൽ പെരിലിംഫ് ആണ് നിറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. പെരിലിംഫ് ആണോ ആൻസർ? അല്ല. അപ്പോൾ എൻഡോലിംഫ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വേർഡിനെ മാറ്റി പെരിലിംഫിന് പകരം എൻഡോലിംഫ് എഴുതും. അല്ലാണ്ട് ബാക്കി ഈ സെൻറ്റൻസിനെ ഒന്നും ചെയ്യില്ല. ഇത് അതേപോലെ എഴുതിയിട്ട് ഇവിടെ എൻഡോലിംഫ് എന്ന് മാറ്റി എഴുതും. അങ്ങനെയാണ് ചെയ്യുന്നത്. യൂസ്റ്റേഷ്യൻ ട്യൂബ് ആംപ്ലിഫൈസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ദ വൈബ്രേഷൻ ഓഫ് ദ ടിംപാനം ടു ദ ഇന്റേണൽ ഇയർ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണോ ആംപ്ലിഫൈ ചെയ്യുന്നത്? ടിംപാനം, കർണപടത്തിൻ്റെ വൈബ്രേഷനെ ആംപ്ലിഫൈ ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണോ? അല്ല. അപ്പം നമ്മൾ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് എന്തെഴുതും? ഇയർ ഓസിക്കിൾസ് എന്ന് എഴുതും. ഇയർ ഓസിക്കിൾസ്. ആ ഡാഷിൻ്റെ സ്ഥാനം മാത്രമേ നമ്മൾ മാറ്റാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററിൽ നിന്നും വരാം. അപ്പോഴൊക്കെ ഓർമ്മിക്കുക, സെൻറ്റൻസ് ഒരിക്കലും മാറ്റരുത്. ആ എന്താണോ ഡാഷ് കൊടുത്തേക്കുന്നത് അവിടെ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ വാക്കിനെ മാത്രം മാറ്റുക. എല്ലാം തെറ്റാവണമെന്ന് നിർബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ആരെയൊക്കെയാണ് തന്നിരിക്കുന്നത്?
ക്വസ്റ്റ്യൻസ് നോക്കാം. 2 ആൾക്കാരെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബയോളജി ടെക്സ്റ്റ് വളരെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ നോക്കുന്നത് വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാത്രം കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. പക്ഷെ നിങ്ങൾ അവസാനത്തെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരുപാട് പോർഷൻസ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരുപാട് ഫിഗേഴ്സ് വരുമ്പോൾ ഈ കൂട്ടുകാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റണം. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് ആരൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ് കേട്ടോ. നെയിം ദ സെൽസ് എ ആൻഡ് ബി. നെയിം ദ സെൽസ് എ ആൻഡ് ബി. എ ആരാണ്? രണ്ടുപേരും ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണല്ലേ. അപ്പോൾ എ ആരാണ്? ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതൊരു റോഡ് സെല്ലാണ്. എ എന്ന് പറയുന്നത് റോഡ് സെല്ലാണ്. ബി എന്ന് പറയുന്നത് ഒരു കോൺ സെല്ലാണ്. കോൺ ഷേപ്പിലിരിക്കുന്നതാണ്ടോ? കോൺ സെല്ലാണ്. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദി സെൽസ് ഇൻ മേക്കിംഗ് വിഷൻ പോസിബിൾ. നമ്മുടെ കണ്ണിൽ കാഴ്ച സാധ്യമാക്കുന്നതിൽ ഈ ആളും റോഡും കോണും എന്ത് പങ്കാണ് വഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് അറിയോ? റോഡ് സെല്ല് വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് ഡിം ലൈറ്റ് വിഷൻ, മങ്ങിയ കാഴ്ചയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ് സെല്ലും, അതേസമയം കളർ വിഷൻ അതുപോലെ ലൈറ്റ് വിഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കോൺ സെല്ലും ആണെന്നുള്ള കാര്യം എഴുതുക. ഈ ബി പാർട്ടിലെ ക്വസ്റ്റ്യനിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. റോഡ് സെൽ എന്താ? റോഡ് സെല്ലിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന ടൈപ്പ് പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാലും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഇത് എപ്പോഴാണ്? ഈ പിഗ്മെന്റിൽ ഉള്ള കമ്പോണൻസ് മങ്ങിയ വെളിച്ചത്തിലാണ് ആക്ടിവേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ചയ്ക്കാണ് റോഡ് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം കോൺ സെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കളർ വിഷൻ സാധ്യമാക്കുന്നത് കോൺ സെൽസ് ആണ്. 3 തരത്തിലുള്ള കോൺ സെൽസ് നമ്മുടെ കണ്ണിലുണ്ട്. പച്ച, നീല, ചുവപ്പ്. ഈ 3 കളേഴ്സും തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന കോൺ സെൽസ് ഉണ്ട്. ഈ 3 കളേഴ്സിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളേഴ്സിനെയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 കോൺ സെൽസ് ഉള്ളതുകൊണ്ട് എല്ലാ കളേഴ്സിനെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പം അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അതിൻ്റെ കൂടത്ത് ഒരു കാര്യം വിട്ടുപോയി. കോൺ സെല്ലിൻ്റെ പിഗ്മെൻറ്റിൻ്റെ പേര് ഫോട്ടോപ്സിൻ ആണ്, അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്നറിയപ്പെടുന്നു. അതും ഓപ്സിനും റെറ്റിനാലും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സി പാർട്ട്, ഹൗ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ഇൻ ദി സെൽസ് വെൻ ലൈറ്റ് റേസ് ഫോൾ ഓൺ ഇറ്റ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് ആൻസർ? എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാകുന്നത്? ഈ സെൽസിൽ ലൈറ്റ് റേസ് വീഴുന്ന സമയത്ത് എങ്ങനെ ഇമ്പൾസ് ഉണ്ടാകുന്നു? ഈ സെൽസ്, അതായത് മങ്ങിയ വെളിച്ചത്തിൽ മങ്ങിയ വെളിച്ചം റോഡ് സെൽസിന് കിട്ടുന്ന സമയത്ത് റോഡ് സെൽസിൻ്റെ പിഗ്മെന്റ് ആയിട്ടുള്ള റോഡോപ്സിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള ഓപ്സിനും റെറ്റിനാലും ആയിട്ട് മാറും അത്. അതേസമയം നമ്മുടെ കോൺ സെൽസിലാണെങ്കിൽ തീവ്രപ്രകാശം ഡേ ലൈറ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ പിഗ്മെന്റ് ആയിട്ടുള്ള ഫോട്ടോപ്സിൻ അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ഓപ്സിനും റെറ്റിനാലും ആയിട്ട് മാറും. ഇങ്ങനെ ഈ 2 ആൾക്കാരും അതിലുള്ള പിഗ്മെന്റ്സ് ഓപ്സിനും റെറ്റിനാലും ആയിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് ആണ് ഇമ്പൾസ് ഉണ്ടാകുന്നതിന് കാരണം. ആൻഡ് ഈ ഇമ്പൾസിനെ നമ്മുടെ തലച്ചോറിൽ എത്തിക്കുന്ന സമയത്ത്, നമ്മുടെ ഒപ്റ്റിക് നെർവ് തലച്ചോറിൽ എത്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞൊരു എക്സാം എഴുതി കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് 2021. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് യെല്ലോ സ്പോട്ട്? യെല്ലോ സ്പോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് എന്താ? ദർ ഈസ് നോ വിഷൻ അറ്റ് ദിസ് പോയിന്റ്. അതാണോ ശരി? യെല്ലോ സ്പോട്ടിൽ വിഷൻ ഇല്ലേ? തെറ്റാണല്ലേ അത്. അപ്പം എ അല്ല. ബി, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ആബ്സെന്റ് ഹിയർ. ഫോട്ടോ റിസപ്റ്റേഴ്സ് യെല്ലോ സ്പോട്ടിൽ ഇല്ലെന്നോ? ഇത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പം ബിയും അല്ല ആൻസർ. സി, ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ് ഫ്രം ദിസ് പോയിന്റ്. ഒപ്റ്റിക് നെർവ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലല്ലോ, ഒപ്റ്റിക് നെർവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നല്ലേ. അപ്പം എന്താണ് ആൻസർ? ഡി, ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഈ പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത്.
അതാണ് യെല്ലോ സ്പോട്ടിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യം. കാരണം എന്താ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. അതുകൊണ്ട് യെല്ലോ സ്പോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നതാണ് ആൻസർ. ഇത് വളരെ ബേസ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. Then correct mistakes if any in the underlined parts of the given statements. നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അണ്ടർലൈൻ പാർട്ട് മാത്രം കറക്റ്റ് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ. സബ്സ്റ്റൻസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഷുഡ് ഡിസോൾവ് ഇൻ മ്യൂക്കസ് ടു സ്റ്റിമുലേറ്റ് ദ കീമോ റിസപ്റ്റേഴ്സ്. നമ്മുടെ ടേസ്റ്റിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസ് മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കീമോ റിസപ്റ്റേഴ്സിന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ ഇത് പറയണേ. ഈ സ്റ്റേറ്റ്മെന്റ് മ്യൂക്കസിലാണോ? അല്ല, നമ്മുടെ സലൈവയിലാണ് ഡിസോൾവ് ആക്കേണ്ടത്. അപ്പൊ ആ മ്യൂക്കസ് എന്നുള്ളത് മാറ്റി നമ്മുടെ സലൈവ അല്ലെങ്കിൽ ഉമ്മിനീർ എന്നുള്ളത് അവിടെ എഴുതണം. മ്യൂക്കസിനെ റീപ്ലേസ് ചെയ്തിട്ട് സലൈവ ആക്കണം. ഓക്കെ. രണ്ടാമത്തേത് കോക്ലിയ കണ്ടെയ്ൻ സ്പെഷ്യലൈസ് സെൻസറി ഹെയർ സെൽസ് കൺസേൺ വിത്ത് ഹിയറിംഗ്. അത് ശരിയാണല്ലേ. കോക്ലിയയുടെ ഉള്ളിലുള്ള ഒരു പാർട്ടായിട്ടുള്ള ഓർഗൻ ഓഫ് കോട്ടി, അതായത് ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു പോർഷനാണ് ഓർഗൻ ഓഫ് കോട്ടി. അതാണ് ഹിയറിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ കോക്ലിയ തന്നെയാണ്, കോക്ലിയയ്ക്കുള്ളിൽ സ്പെഷ്യലൈസ്ഡ് ഹെയർ സെൽസ്, സെൻസറി ഹെയർ സെൽസ് ഉണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഡ്യൂ ടു ദ ഡിഫക്ട് ഓഫ് ദ കോൺ സെൽസ്. കളർ ബ്ലൈൻഡ്നെസ് ശരിയല്ലേ? കോൺ സെൽസിനുള്ള ഡിഫക്റ്റ് കാരണം കൊണ്ട് തന്നെയാണ് കളർ ബ്ലൈൻഡ്നെസ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കറക്ഷനും ഇല്ല. അടുത്തത് ദ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഓഫ് എ ഹൗസ് ഫ്ലൈസ് ഐ സ്പോട്ട്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എല്ലാം ചേർന്നിരിക്കുന്ന നമ്മുടെ ഹൗസ് ഫ്ലൈ ഈച്ചയുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഐ സ്പോട്ട് ആണെന്ന് പേര് പറയുന്നു. ഐ സ്പോട്ട് അല്ലല്ലോ. എന്താ നമ്മൾ ഈച്ചയുടെ കാര്യത്തിൽ പഠിച്ച ഒമറ്റീഡിയ. അപ്പൊ അവിടെ ഐ സ്പോട്ടിനെ മാറ്റിയിട്ട് ഒമറ്റീഡിയ ആക്കണം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പം നമ്മളിത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ആൻസർ ചെയ്തതാണ്. ഐഡന്റിഫൈ ദ ഫോട്ടോ റിസപ്റ്റർ. ഇത് ഏത് ഫോട്ടോ റിസപ്റ്റർ ആണ്? റോഡ് സെല്ലാണ്. അപ്പം നമ്മൾ എന്ത് എഴുതിയാണ്? ആൻസർ റോഡ് സെൽ എന്ന് എഴുതി. രണ്ടാമത്തെ നെയിം ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദിസ് റിസപ്റ്റർ. റോഡ് സെല്ലിൽ ഏത് പിഗ്മെന്റ് ഉള്ളത്? റോഡോപ്സിൻ. ആൻസർ എന്താ അവിടെ? ഇപ്പൊ ബിയുടെ ആൻസർ റോഡോപ്സിൻ. സി റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പിഗ്മെന്റ്. പിഗ്മെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിം ലൈറ്റ് വിഷൻ, അതായത് മങ്ങിയ വെളിച്ചത്തിൽ. ഡിം ലൈറ്റ് വിഷൻ ആണ് ഫങ്ഷൻ. കുറച്ചുകൂടി വിശദമായിട്ട് എഴുതണം എന്നുള്ളവർക്ക് എഴുതാം. റോഡ് സെല്ലിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഈ പിഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ്. ഓപ്സിൻ ഒരു പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവും ആണ്. ആൻഡ് മങ്ങിയ പ്രകാശത്തിൽ ഇവർ ആക്ടിവേറ്റഡ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ചയ്ക്കാണ് നമ്മുടെ റോഡ് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പിഗ്മെന്റിന്റെ ആൻസർ. അതേസമയം മങ്ങിയ വെളിച്ചം വരുന്ന സമയത്ത് ഈ റോഡോപ്സിൻ ഓപ്സിനും റെറ്റിനാലുമായിട്ട് മാറുന്ന സമയത്തുള്ള കെമിക്കൽ ചേഞ്ചസ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാൻ കാരണമാകുകയും അത് ഓപ്റ്റിക് നെർവ് നമ്മുടെ തലച്ചോറിൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ മങ്ങിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ കാണുകയും ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ഡി നെയിം ദ ഐ ഡിഫക്ട് കോസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദിസ് പിഗ്മെന്റ്. ഈ ഒരു പിഗ്മെന്റ് റോഡോപ്സിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതായത് റോഡ് സെല്ലിലെ പിഗ്മെന്റ് ആയിട്ടുള്ള റോഡോപ്സിന്റെ ഒരു കമ്പോണന്റ് ആണ് റെറ്റിനാൽ. അത് വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പൊ അത് വിറ്റാമിൻ എ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെറ്റിനാൽ ഉണ്ടാവില്ല. റെറ്റിനാൽ ഇല്ല എന്നുണ്ടെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റോഡ് സെൽസിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഐ ഡിഫക്റ്റ് ഈ ഒരു പിഗ്മെന്റിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടുണ്ടാവുന്ന റോഡോപ്സിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടുണ്ടാവുന്ന ഐ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തതയാണ്.
അടുത്ത് 2021 തന്നെ ചോദിച്ചൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാണുന്നത് എങ്ങനെയെന്നുള്ളതിന്റെ പല പല സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യം എന്തായിരിക്കും ഉണ്ടാവുക? കോർണിയ, നമ്മുടെ കണ്ണിന്റെ കോർണിയാണ് ആദ്യം ഉള്ളത്. അപ്പം കോർണിയ റിഫ്രാക്ട്സ് ലൈറ്റ് ഇൻ ടു ദ ഐ ഫസ്റ്റ്. കോർണിയ കടന്ന് ലൈറ്റ് കണ്ണിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും വരിക? ലൈറ്റ് എൻറ്റർ ത്രൂ ദ പ്യൂപ്പിൾ ഫോൾസ് ഓൺ ദ ലെൻസ്. ലൈറ്റ് കൃഷ്ണമണി, അടുത്ത് കോർണിയ കഴിഞ്ഞിട്ട് കൃഷ്ണമണി ഉണ്ടാവുമല്ലോ, ഈ തന്നിരിക്കുന്നതിൽ അടുത്ത് കൃഷ്ണമണി കൂടെ പാസ് ചെയ്യണേ. പാസ് ചെയ്തിട്ട് ലെൻസിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ലെൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഭാഗം കഴിഞ്ഞിട്ട് ലെൻസ് അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് അത് വായിച്ചു നോക്കാം. ലെൻസ് ഫോക്കസ് ദ ലൈറ്റ് റേസ് ഇൻ ടു ദ റെറ്റിന. ലെൻസ് ഈ ലൈറ്റ് റേസിനെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യും. ഇത് മൂന്നാമത്തത്. ഇപ്പൊ റെറ്റിനയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്യണം. റെറ്റിന എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഫോട്ടോ സെൻസറി സെൽസ് ഓൺ ദ റെറ്റിന സ്റ്റിമുലേറ്റഡ്. അത് നാലാമത്തത്. നമ്മുടെ റെറ്റിനയിൽ എത്തിയപ്പോൾ ഫോട്ടോ റിസെപ്റ്ററി സെൽസ് അവിടെ സ്റ്റിമുലേറ്റഡ് ആയി. ഇനി എന്തൊക്കെയാ? രണ്ട് ഓപ്ഷൻ കൂടിയാണ് ഉള്ളതല്ലേ. ഏതൊക്കെയാ? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ത്രൂ ഒപ്റ്റിക് നെർവ് ടു ദ സെറിബ്രം ആൻഡ് സെൻസ് ഓഫ് ലൈറ്റ്. ഏതാ വരുന്നത്? ഇനി അടുത്ത് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇമ്പൾസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പൾസ് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലേക്ക് എത്തുന്നത്. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ? സെൻസ് ഓഫ് ലൈറ്റ്. ഇത് ആറാമത്തേത്. ഇത് സിമ്പിൾ ആയിരുന്നില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കേൾവിയോ ടച്ചോ മണം അറിയുന്നതോ ഇതൊക്കെ ഇതുപോലെ ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് ഓർഡറിൽ എഴുതാനൊക്കെ പറയാറുണ്ട്. അതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ബയോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവിടെ നിന്ന് വേണോ ക്വസ്റ്റ്യൻ വരാം. അത് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യമാണെന്നുള്ളത് ഓർത്ത് നമുക്ക് അന്യമല്ലാത്ത, നമുക്ക് ശരിക്കും നമ്മൾക്ക് കെമിസ്ട്രി പഠിക്കുന്നു, കെമിസ്ട്രി പോലെ അല്ല ബയോളജി. ബയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും. അതേ രീതിയിൽ മനസ്സിലാക്കി ഒരിക്കലും കാണാണ്ട് പഠിക്കരുത് ബയോളജി. ഒരിക്കലും ഒരു പ്രോസസ്സും കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മറന്നു പോവും. ഈ പ്രോസസ്സൊക്കെ നമുക്ക് കണ്ണിൻ്റെ കോർണിയ കഴിഞ്ഞിട്ട് അവിടെ പ്യൂപ്പിൾ ഉണ്ട്, പ്യൂപ്പിൾ കഴിഞ്ഞിട്ട് ലെൻസാണ്, അത് കഴിയുമ്പോൾ റെറ്റിന ഉണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ 2017 തൊട്ട് 2021 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഈസി അല്ലേ? ഇത്തിരി പാടൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇനിയും ഈ ചാപ്റ്റർ പഠിച്ചുറപ്പിക്കുക മനസ്സിൽ. എന്നാൽ അവസാന എക്സാം എന്ന സമയത്ത് ഒട്ടും ടെൻഷനൊന്നും ആവേണ്ട സബ്ജക്റ്റേ അല്ല ബയോളജി. കൂളായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വരാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ ബൈ.